തിരഞ്ഞെടുപ്പ് കാലത്ത് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണ്ടതുണ്ട് ഇത്തരം പരസ്യങ്ങൾ നൽകാൻ. ഏത് പരസ്യം നൽകുമ്പോൾ ആ പരസ്യങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റി കാണേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി മുമ്പാകെ ഈ പരസ്യം വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ ഈ 2 പത്രങ്ങളുടെയും പ്രതിനിധികളോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചട്ടം എങ്ങനെയാണ്? ഏത് പരസ്യം കൊടുക്കുമ്പോഴും അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണ്ടേ? പ്രത്യേകിച്ച് തലേ ദിവസമാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം കൊട്ടിക്കലാശവും കഴിഞ്ഞ് ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഇന്നാണ് ഈ പത്രത്തിലെ ആദ്യ പേജിൽ 2 പത്രങ്ങളിലെയും ആദ്യ പേജിൽ ഈ പരസ്യം വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. അതെ, തീർച്ചയായിട്ടും ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഓരോ ചട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സും അവരുടെ ഏജൻറ്റും പൊളിറ്റിക്കൽ പാർട്ടികളും ഒക്കെ പ്രവർത്തിക്കേണ്ടത്. ഇതിനകത്തെ ഓരോ വയലേഷൻസും വളരെ സീരിയസ് ആയിട്ടാണ് അതിൻ്റെ ഔട്ട്കം വരുമ്പോൾ ഇതിൽ ഈ കുറ്റകരമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആൾ ഒരുപക്ഷെ ജയിക്കില്ല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്തായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിക്കാത്തത്. കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 324 അനുസരിച്ചുള്ള ഭരണഘടനയിലുള്ള അവകാശം ഉപയോഗിച്ച് ആ അധികാരത്തിൻ്റെ പുറത്ത് ഇലക്ഷൻ കമ്മീഷൻ പോലെ നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ട് അത് സുപ്രീം കോടതിയുടെ ജെമിനി TV എന്ന് പറഞ്ഞൊരു കേസിൽ 2004 ഒരു ജഡ്ജ്മെൻ്റാണ്. അതിൽ സുപ്രീം കോടതി പറയുന്നത് ഇലക്ഷൻ എക്സ്പെൻസ് ഒക്കെ വളരെ ഫ്ലൗട്ട് ചെയ്യാറുണ്ട്, അവർ കാൻഡിഡേറ്റ്സ് ഒന്നും ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ട് പ്രിൻ്റ് മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലോ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോഴും ആരാണത് കൊടുത്തത് എന്നുള്ളത് അതിനുള്ള ഒരു അഫിഡവിറ്റ്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഈ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൊടുക്കണം. അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വേണ്ട സംവിധാനം ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ പ്രയർ പെർമിഷൻ മേടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അതുപോലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇലക്ഷൻ തീരുന്നതിന് 48 മണിക്കൂർ അതിന് മുമ്പ് ഈ അഡ്വർടൈസ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് നാളെ ഇലക്ഷൻ ഉള്ള ഒരു മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അത് ന്യൂസാണോ അഡ്വർടൈസ്മെൻ്റ് ആണോ എന്നുള്ളത് ആദ്യം വ്യക്തമാക്കുക. അത് അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ എങ്ങനെയാണത് ഇന്ന് രാവിലത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വന്നത്? അത് സെക്ഷൻ 126 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ വയലേഷനാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 വർഷം വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഒന്നാമത്തേത്. കൊടുത്തവർക്ക് അതായത് സെക്ഷൻ 126 പറയുന്നത് ആ ഒരു വ്യക്തി നോ പേഴ്സൺ ഷാൽ ഡിസ്പ്ലേ ടു ദ പബ്ലിക് എനി ഇലക്ഷൻ മാറ്റർ by means of cinematographic television or other similar apparatus. ഇനി ഇലക്ഷൻ മാറ്റർ എന്താണെന്നുള്ളതിനെ പറ്റി അതിൻ്റെ സബ്സെക്ഷൻ 3 പറയുന്നു. ഇലക്ഷൻ മാറ്റർ എന്ന് പറഞ്ഞാൽ എനി മാറ്റർ ഇൻറ്റൻഡഡ് ഓർ കാൽക്കുലേറ്റഡ് ടു ഇൻഫ്ലുവൻസ് ഓർ അഫക്ട് ദ റിസൾട്ട് ഓഫ് ഇലക്ഷൻ. ഇലക്ഷനെ സ്വാധീനിക്കാൻ തക്കതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, അത് അഡ്വർടൈസ്മെൻ്റ് ആകാം. ആ അഡ്വർടൈസ്മെൻറ്റിനകത്ത് ഒരു കാൻഡിഡേറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു ന്യൂസ്, അത് വേറൊരാളെ തട്ടിക്കെട്ടിക്കൊണ്ടിട്ടുള്ള ന്യൂസ്, ഇത് കൊടുക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്നയാൾ ഈ സെക്ഷൻ 126 വയലേറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ ഒരു വയലേഷനാണ്. രണ്ടാമത്തേത് ഇലക്ഷൻ എക്സ്പെൻസ് കൊടുക്കാൻ ഓരോ കാൻഡിഡേറ്റിനും ബാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു കാൻഡിഡേറ്റിന് വേണ്ടി ആരെങ്കിലും വെറുതെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റുമോ? ഈ കാൻഡിഡേറ്റിൻ്റെ പെർമിഷനോട് കൂടിയാണോ ചെയ്തത്? ആണെങ്കിൽ അവിടെ റിട്ടേൺ ആയിട്ടുള്ള പെർമിഷൻ എടുക്കണം. ആ പെർമിഷൻ എടുത്തിട്ടുണ്ടോ, ഇതിനു വേണ്ടി ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടോ, കാൻഡിഡേറ്റ് എൻ്റെ ഇലക്ഷൻ എക്സ്പെൻസസ് ഇത്രയാണെന്ന് പറയും കൊടുത്തിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ, അത് സമയത്ത് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സെക്ഷൻ 10A വയലേഷനാകും ജനപ്രാതിനിധ്യ നിയമത്തിലെ. വീണ്ടും കറപ്റ്റ് പ്രാക്ടീസ് സെക്ഷൻ 123 പറയുന്നത് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ തക്കതായിട്ടുള്ള ന്യൂസ് കൊടുക്കുന്നത്, അത് വീണ്ടും ഒരു കറപ്റ്റ് പ്രാക്ടീസായിട്ട് മാറും. ഇത് ഇലക്ഷൻ കാൻഡിഡേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെയോ സമ്മതത്തോടു കൂടിയാണ് ചെയ്തതെങ്കിൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് സ്പർദ്ധ ഉണ്ടാക്കാനുള്ളതാണ് എന്ന രീതിയിലൊരു കംപ്ലൈൻറ്റ് നിൽക്കും. അത് പിന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ 126 വയലേഷനാണ്. ഈ സമയപരിധിക്കുള്ളിൽ ചെയ്തു,
എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ്. ഈ നേരത്തെ ഇവിടെ CPM-ൻ്റെ പ്രതിനിധിയായിട്ട് സംസാരിച്ച താങ്കൾ എടുത്തെടുത്ത് പറഞ്ഞ അഡ്വക്കേറ്റ്, അദ്ദേഹം അഭിഭാഷകനാണ്. പിന്നെ MLA ആയിട്ട് മത്സരിക്കുമ്പോഴും MLA ആയിട്ട് ജയിക്കുമ്പോഴും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 3rd ഷെഡ്യൂളിൽ പറയുന്നത് ഭരണഘടന അപ്ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്ന ഡയറക്ഷൻസ്, ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ, വേരിയസ് ഡയറക്ഷൻസ്, ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് അതൊരു ഫെയർ ഗെയിം എന്ന് പറയില്ല. ഒരു കളി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂൾസ് എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിനകത്തൊരു ലെവൽ പ്ലേയിങ് ഫീൽഡുണ്ട്. ഒരാൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്യണം. 3 പ്രധാന സ്ഥാനാർത്ഥികളുള്ള ഒരു മത്സരത്തിൽ 48 മണിക്കൂറിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് നിൽക്കുന്നു. അതിനുശേഷം നാളെ ഇലക്ഷൻ ഇരിക്കുന്നു. ഇന്ന് ചർച്ചയാക്കുന്നത് എന്താണ്? ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഇവർ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ള 2 കാൻഡിഡേറ്റ്സിൻ്റെ അവരുടെ ആ സാധ്യതയെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകൾ, പ്രത്യേകിച്ച് ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതെ വരുന്നു. ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഇത്ര ശക്തമായിട്ടുള്ള പ്രൊവിഷൻസ് വെച്ചിരിക്കുന്നത്. ഇതിനെയെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് നിരവധികം ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. പിന്നെ അതിനെപ്പറ്റി ചർച്ച പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും ന്യൂസ് വരുന്നത് ഇത് ഇങ്ങനെ ലൈംലൈറ്റിൽ നിൽക്കാൻ കാരണമാകുന്നു. അപ്പം നാളത്തെ ഇലക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ന് വീണ്ടും ഈ പരസ്യം കൊടുത്തവർ ആ ഒരു വിഷയം ചർച്ചയാക്കുന്നു. തീർച്ചയായിട്ടും ജനപ്രാതിനിധ്യ നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെയൊക്കെ വയലേഷനാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുതാര്യമായിട്ടും വളരെ കണിശമായിട്ട് പാലിച്ചു പോകേണ്ട ചട്ടങ്ങളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൗൾ പ്ലേ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് ഇതിൽ ഇടപെടാതിരിക്കാനാവില്ല. തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2 പത്രങ്ങളോടും വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിയോട് വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നാണ്, ഇതുവരെ വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.